മനുഷ്യരുടെ അവസ്ഥയാണ്. അവസ്ഥയുടെ പ്രധാന അടിസ്ഥാനം അടിത്തറ എന്ന് പറയുന്നത് സാമ്പത്തികമായ അടിത്തറയാണ്. നമ്മൾ ഈ വ്യവസ്ഥ ഉണ്ടാക്കി വെച്ച ഒരവസ്ഥയിലൂടെ നമുക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ചില സാമ്പത്തികമായ അവസ്ഥ ഉണ്ടാവണം എന്നുള്ള. അതില്ലാത്ത മനുഷ്യർ പെടുന്ന പെടാപ്പാടുകളിലാണ് ഈ ഈ ഇത്തരത്തിലുള്ള വിഷയം വരുന്നത്. അതിൽ സ്ത്രീധനം അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും പൊന്നെങ്കിലും ഇടാതെ ഒരു പെൺകുട്ടിയെ അയക്കാൻ പറ്റില്ല. ഈ പ്രണയത്തിൽ പെട്ടുപോവുകയോ അല്ലെങ്കിൽ രണ്ടുപേർ നേരത്തെ പ്ലാൻ ചെയ്ത വിവാഹം അവർ തമ്മിൽ തീരുമാനിക്കാതിരിക്കുമ്പോൾ ഇതെല്ലാം ഈ വ്യവസ്ഥയിലൂടെ കടന്നു വരികയാണ്. ഒരു പവൻ്റെ സ്വർണം വാങ്ങണമെങ്കിൽ പണിക്കൂലിയും കൂടെ ചേർത്തിട്ട് 70,000 മേലെയാവുന്നു. ഒരു 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 10 പവൻ്റെ സ്വർണം കൊടുത്ത് ഒരു പെൺകുട്ടിയെ അയക്കണമെന്ന് ഒരു സാമാന്യഗതിയിലുള്ളൊരു കേരളത്തിലെ മലയാളിയായ ഒരു വീട്ടമ്മയോ അമ്മയോ അതിൻ്റെ അച്ഛനോ ഒരു കുടുംബാംഗമോ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ 7 ലക്ഷത്തിന്മേൽ പണം ഉണ്ടാവുക എന്നുള്ളത്. അന്നന്നത്തുള്ള കാര്യങ്ങളിൽ നിത്യവൃത്തി നടത്തി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുള്ള കേരളത്തിൽ ഈ മഞ്ഞലോകം വരുത്താനിരിക്കുന്ന അപകടങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോകം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി മറിക്കേണ്ട കാലം കഴിഞ്ഞു. ഇതിനോടുള്ള ഭ്രമം അതിന് മുൻകൈ എടുക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.